ചൂട് സഹിക്കാൻ വയ്യ. പക്ഷേ കുടുംബം പോറ്റണമെങ്കിൽ ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒരുപാട് പേര് ഈ കൊടും ചൂടത്ത് പ്രത്യേകിച്ച് ഷീറ്റൊക്കെ ഇട്ട ബിൽഡിങ്ങിനൊക്കെ താഴെ ജോലി ചെയ്തിട്ട് പൊള്ളി വരുന്ന 3-4 പേഷ്യൻസ് ഈ 3-4 ദിവസം കൊണ്ട് തന്നെ വരികയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളെക്കുറിച്ച് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യാം. ഭയങ്കര പ്രശ്നമാണ് ചൂടിങ്ങനെ പപ്പടമൊക്കെ പൊള്ളിക്കുന്നത് പോലെ നമ്മുടെ ശരീരം ഇങ്ങനെ പൊള്ളിപ്പരുന്നൊരവസ്ഥ. ഇത് ചൂടത്ത് ഇങ്ങനെ ജോലി ചെയ്ത് ഇതാകുമ്പോൾ നമ്മുടെ ശരീരം ഓവർ ഹീറ്റ് ആവുകയും അത് ഹീറ്റ് സ്ട്രോക്ക് എന്നറിയപ്പെടുന്ന ഹീറ്റ് പക്ഷാഘാതം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. ഹീറ്റ് സ്ട്രോക്ക് എന്ന സ്റ്റേജിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ശരീരം കാണിക്കുക? ഒന്ന്, ശരീരത്തിൻ്റെ ചൂട് ഭയങ്കരമായിട്ട് ചൂടുക, വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഉണ്ടാവുക. പിന്നെ ചിലർക്ക് ഓക്കാനം ഛർദിയൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. ചിലർക്ക് വല്ലാതെ ഒരു അബോധാവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യം വരെ അപൂർവം ചിലരിൽ കാണാം. പിന്നെ തലകറക്കം അനുഭവപ്പെടുന്നൊരവസ്ഥ, ചിലർക്ക് ഹൃദയമിടിപ്പ് വർദ്ധിച്ചിരുന്ന അവസ്ഥയൊക്കെ ഈ ഹീറ്റ് സ്ട്രോക്ക് എന്നുള്ള അവസ്ഥയിലുണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞത് പൊള്ളലേറ്റിട്ടാണ് വരുന്നത്. ഈ സ്ട്രോക്കും വരാം, പൊള്ളലും വരാം. ഇങ്ങനെ പൊള്ളലേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ വ്യക്തിയെ നിങ്ങൾ എന്ത് ചെയ്യണം? കൂളായ ഒരു സ്ഥലത്തേക്ക് മാറ്റണം. അമിതമായിട്ട് വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ വസ്ത്രം അയച്ചു മാറ്റണം. ചിലർക്ക് ഒരുപാട് വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അയച്ചു മാറ്റുക. അതിന് പറ്റെങ്കിൽ നമ്മൾ ഈ വസ്ത്രങ്ങൾ അയച്ചു മാറ്റിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റുക, കൂൾ പ്ലേസിലേക്ക് മാറ്റുക. പിന്നെ വേഗം കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുവന്നിട്ട് മേല് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുക. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കാൻ കൊടുക്കുക. ഈ ഒരു ഘട്ടത്തിൽ ജോലി ചെയ്യുന്നപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പലരും പറഞ്ഞു ഒരു രാവിലെ 5 മണിക്ക് ജോലി തുടങ്ങിയിട്ട് 11 മണിക്ക് തീർക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. അമിതമായി ചൂട് ഫീൽ ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ചെയ്യേണ്ട കാര്യം. പ്രത്യേകിച്ച് ഓവർ ചൂടൊക്കെ കൊള്ളേണ്ട ജോലി ചെയ്യുന്നവർ, ഫർണിച്ചറിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാന്നറിയാം? വളരെ ലൂസായിട്ട് ഇങ്ങനെ അയഞ്ഞു കിടക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഈ കൊടും ചൂടത്ത് ജോലി ചെയ്യുന്നവർ ധാരാളം വെള്ളം കുടിക്കാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ വലിയ കുട അല്ലെങ്കിൽ വലിയ അംബ്രലയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ സൺഷൈനിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇതൊക്കെ ധരിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ വേണ്ടി നോക്കുക. തുടർച്ചയായി ജോലി ചെയ്യുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യുക. ഓക്കെ, ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മൾ രക്ഷ നേടും. ഓക്കെ.